ഇന്നിപ്പോൾ മാഗി ആയിട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതാ മാഗി ഒന്ന് തിളപ്പിക്കണമല്ലോ നമുക്ക്, അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറി കഴിക്കാത്ത മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ ഇടും. അപ്പോൾ അതിൻ്റെ കൂടെ മാഗിയുടെ കൂടെ ആകുമ്പോൾ അവർ കഴിച്ചോളൂല്ലോ. ഉരുളക്കിഴങ്ങുണ്ട്, സബോളയുണ്ട്, ക്യാരറ്റ് ഉണ്ട്. സോസ് ഒഴിക്കണവർക്ക് സോസ് ഒഴിക്കുക. അലച്ച തക്കാളി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റുക വഴറ്റുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ജ്യൂസ് അതിൽ ഒഴിച്ചാൽ അപ്പോൾ ഒരു പുളിപ്പ് കിട്ടുമല്ലോ. ടൊമാറ്റോ സോസ് എടുക്കുന്നവർക്ക് ടൊമാറ്റോയുടെ ഇതെടുക്കുക, സോസ് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു 2-3 പച്ചമുളക് കൂടുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഈ പച്ചക്കറികളെല്ലാം നമുക്ക് നല്ലപോലെ വഴറ്റി, അപ്പോൾ ഇതൊന്ന് ചുരുങ്ങുമല്ലോ, അപ്പോൾ അത്രയും ഉണ്ടാവില്ല. പിന്നെ ഇത് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ മട്ടറും കൂടി ഉണ്ട് വെച്ചാൽ സൂപ്പറാണ്. ഞാൻ നോക്കട്ടെ, മട്ടർ ഉണ്ട് എന്ന് വെച്ചാൽ മട്ടറും കൂടി ഞാൻ ഇതിൽ കുറച്ച് ഇടും കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഇത്തിരി വലുതായിട്ട് അരിഞ്ഞ് വേണ്ടാത്തവർക്ക് കൊടുത്ത് മാറ്റാമല്ലോ പറഞ്ഞിട്ട് ഇത് നമുക്ക് ഇതിലേക്കിടാം. ഇതിന് നമ്മൾ നല്ലപോലെ വഴറ്റി ഉപ്പ് ഇട്ട് വഴറ്റിയിട്ട് നല്ലപോലെ ഉപ്പിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മറ്റുള്ള സബ്ജികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നൂഡിൽസ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിതൊന്ന് വഴറ്റിയിട്ട് നല്ലപോലെ അങ്ങനെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഉപ്പിട്ട് ഇളക്കി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനൊക്കെ കുറച്ച് ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ എനിക്ക് സ്റ്റൗവിലൊക്കെ കിടക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ രാത്രി മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അവർക്ക് നൂഡിൽസ് വേണം. അപ്പോൾ കുറേ ആയിട്ടോ നൂഡിൽസ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നൂഡിൽസ് ടീച്ചേ വന്നിട്ട് നൂഡിൽസ് വാങ്ങിക്കൊണ്ടുവന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ രാത്രി പാത്രങ്ങളൊക്കെ കുറേ കഴുകി വയ്ക്കാളൊക്കെ കഴുകി വെച്ചു. ഇപ്പോൾ ദോശ ഉണ്ടാക്കിയതിൻ്റെ ഈ മാവിൻ്റെ പാത്രങ്ങളും ഉണ്ടാക്കി കഴിച്ചതിൻ്റെയൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാറുണ്ട്. പിന്നെ സ്റ്റൗവും വീതനയും അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് പണി കഴിയും. ഇതിപ്പോൾ പെട്ടെന്ന് കഴിയണ പണിയാണല്ലോ നൂഡിൽസ് ഇപ്പോൾ പണി പറഞ്ഞു. അത് നാളെ രാവിലെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നാളെ സൺഡേ ആണല്ലോ. അപ്പോൾ നാളെ രാവിലെ പുട്ടുണ്ടാക്കാം. പുട്ടും കടലക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ മാഗി ഉണ്ടാക്കാറുണ്ട്. അവർ പറഞ്ഞു രാവിലെ മാഗി വേണ്ട, ഞങ്ങൾക്കിപ്പോൾ രാത്രിയിൽ മാഗി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാര്യം. ശരിക്കും ദോശ സ്പെഷ്യലല്ല, ദോശ വേണ്ട. റെസിപ്പിക്ക് നമുക്ക് ഇത് നൂഡിൽസ് ആണെങ്കിൽ നൂഡിൽസ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് നല്ലപോലെ ആയി കേട്ടോ, വഴണ്ടി വന്നു. ഇപ്പോൾ കണ്ടില്ലേ കുറച്ച് കമ്മിയായി നമ്മുടെ പച്ചക്കറികളെല്ലാം. ഇത് നമ്മുടെ മാഗിയുടെ മസാലയാണ്. മാഗി മസാല എല്ലാം കൂടി ഞാനൊരു പാത്രത്തേക്ക് ആക്കിയതാണ്. അപ്പോൾ നമുക്ക് പാക്കറ്റ് പൊട്ടിച്ച് കൊട്ടണേക്കാൾ എളുപ്പമാണല്ലോ. അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ മാഗി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് മാഗി വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക.